ഹായ് ഫ്രണ്ട്സ്, എംടെക്കിൻ്റെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേണ വീഡിയോ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രാവിൻ്റെ കൂട് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കുന്നതാണ്. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും, വലിയ പണിയൊന്നുമില്ല, സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ സംഭവമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഇതേ താഴെ കിടക്കുന്ന ചുവന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്നാൽ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പ്രാവും കൂടി ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തത് ഇതുപോലത്തെ രണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ നമ്മുടെ ഫ്രൂട്ട്സ് പെട്ടികളാണ്. ഇതുപോലത്തെ നമുക്ക് രണ്ടെണ്ണം ആവശ്യമുണ്ട്. നമ്മൾ രണ്ടെണ്ണം കൂടെ കൂട്ടിയിട്ട് ഒരു കൂടായിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ള ഒരു കൂടായിട്ട് കിട്ടും. ഇത് രണ്ടെണ്ണം വേണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫ്രൂട്ട്സ് പെട്ടിയുടെ ഈ വശത്ത് ഇത്രയും വശം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ വാതിലാക്കി എടുക്കാനായിട്ടാണ്. നമ്മുടെ കൂടിൻ്റെ ഡോർ ഉള്ളിലേക്ക് കയറാനുള്ള സ്ഥലമാണ്. നമുക്കൊന്ന് വെട്ടിയെടുക്കണം. നമ്മൾ ബ്ലേഡ് ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് വെട്ടി കൊടുക്കാം. ഇതുപോലെ വെട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇത് വെട്ടി കളഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചെറുതായിട്ട് ഈ സ്ഥലമൊക്കെ വെട്ടി കുറച്ച് ഇതായിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് വെട്ടിയെടുക്കാം. അതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ കൂർത്താക്കി ഇരിക്കുന്ന വശമൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഒരു 3 മരക്കഷ്ണം എടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടിൻ്റെ ഇതുപോലെ 2 സൈഡിൽ ഇത് വരണം. ഇത് പിന്നെ ഇതും കൂടെ വെച്ച് ഇതിൻ്റെ വാതിലാക്കാനാണ്. വാതിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു പലക എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാതിൽ സെറ്റാവും. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ ഇത് 4 തമ്മിലൊന്ന് അടിച്ചെടുക്കാനുണ്ട്. അതിനായിട്ട് നമ്മൾ ചെറിയ ടൈപ്പ് ആണി എടുത്തിട്ടുണ്ട്. വലുതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പൊളിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ അത്യാവശ്യം ഇതേപോലത്തെ ഒരു ആണി എടുക്കുക, പതുക്കെ അടിച്ചു കൊടുക്കുക. ഒരെണ്ണം അടിച്ച് കയറ്റിയിട്ടുണ്ട്. നമുക്ക് അടുത്ത സ്ഥലത്തൊന്നും അടിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ 4 മരക്കഷ്ണങ്ങൾ തമ്മിൽ അടിപൊളിയായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്രൂട്ട്സ് വെട്ടിയിലേക്ക് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. നമുക്ക് അതിനുള്ള പരിപാടി വെക്കാം. നമ്മുടെ ഫ്രൂട്ട്സ് വെട്ടിയിലേക്ക് നമ്മൾ ആ മരക്കഷ്ണങ്ങൾ വെക്കാനായിട്ട് ഇതുപോലത്തെ നമ്മൾ കെട്ടാനൊക്കെ ഉപയോഗിക്കണം നമ്മുടെ കെട്ടുകമ്പി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസൊക്കെ എടുത്തിട്ട് നമുക്ക് അതുമായിട്ട് നന്നായിട്ടൊന്ന് കെട്ടി ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളൊരു ചെറിയ കഷ്ണം നമ്മുടെ കെട്ടമ്പി അതിൽ നിന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ അങ്ങോട്ട് കെട്ടി കൊടുക്കണം, ചുറ്റിയെടുക്കാം. ഇതുപോലെ വെച്ച് നമുക്ക് നന്നായിട്ടാണ് ടൈറ്റിന് കെട്ടി കൊടുക്കുക. ശേഷം നമ്മളതേ ഇങ്ങനെ നീണ്ടിരിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് പ്ലെയർ വെച്ച് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. നമുക്ക് രണ്ടാമത്തെ കെട്ടുകമ്പി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇവിടെ കെട്ടമ്പി വെച്ച് കെട്ടാനായിട്ട് ഹോളൊന്നും ഇല്ലാത്ത കാര്യം നമ്മൾ സോൾഡിങ് ആണ് ഉപയോഗിച്ചൊരു ഹോൾ ഉണ്ടാക്കി എടുക്കണതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ 2 ഹോൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സോൾഡിങ് ആണൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കമ്പി ചൂടാക്കി തുളച്ചാലും മതി. ഇതുപോലത്തെ 2 തുള വേണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമ്മുടെ കമ്പി ഉപയോഗിച്ച് ഇങ്ങോട്ട് കയറ്റിയിട്ട് കെട്ടി കൊടുക്കാം. നന്നായിട്ട് ടൈറ്റിനാണ് കെട്ടി കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സംഭവമൊക്കെ ഇതുമ്പോൾ കറക്റ്റിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ട, ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഫ്രൂട്ട്സ് വെട്ടി തമ്മിൽ ഒരുമിച്ച് വെച്ച് ഒട്ടിച്ചെടുക്കാനുണ്ട്. നമ്മൾ കെട്ടമ്പി തന്നെ ഉപയോഗിച്ച് ചുറ്റി കൊടുക്കണം. ഇവിടെ മുമ്പേ തന്നെ ഒരു ഹോൾ ഉണ്ട്, സംഭവത്തിൽ മുമ്പേ ഉള്ളതാണ്. നമുക്കൊന്ന് ഇതിൽ കൂടെ കടത്തിയിട്ട് നന്നായിട്ട് കെട്ടി കൊടുക്കാം. ഇതുപോലെ കെട്ടമ്പി തന്നെ ഉപയോഗിച്ച് കെട്ടി കൊടുക്കാം. ആ പെട്ടിയുടെ 4 സ്ഥലത്ത് ഇതുപോലെ ഹോളുകളുണ്ട്. അതുകൊണ്ട് നമുക്ക് കെട്ടാൻ സിമ്പിളായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ 2 സ്ഥലത്ത് കെട്ടിയിട്ടുണ്ട്. നമുക്ക് അപ്പുറത്തെ വശം ഒന്ന് കെട്ടി കൊടുക്കണം. നമുക്കൊന്ന് മറിച്ചിട്ട് ഇവിടെ നമ്മൾ മുമ്പേ ചെറിയ ഹോൾ ഉണ്ടായി. അതായത് നമ്മൾ നെറ്റ് വെച്ച് ഒന്ന് അടിച്ചേർന്നതാണ്, അല്ലാതെ വേറൊന്നുമില്ല. നമ്മുടെ അവസാനത്തെ സ്ഥലത്തും കൂടെ ഒന്ന് കെട്ടി കൊടുക്കാം. നമ്മൾ ഫ്രണ്ടിൽ കെട്ടിയിട്ടുണ്ടായില്ല, നമുക്ക് ഇവിടെ ഒന്ന് കെട്ടി കൊടുക്കാം. ഇതും കൂടെ കളഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൂടെ എല്ലാം
ഒരുവിധം നമ്മളെല്ലാം കെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് കുറേ സ്ഥലത്തൊക്കെ ഇവിടെയൊക്കെ കെട്ടാനൊക്കെ പറ്റും. അപ്പോൾ നമുക്കൊന്ന് ചെറുപറ എല്ലായിടത്തും ഒന്ന് കെട്ടി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കൂട് നന്നായിട്ട് ബലത്തിനിരുന്നോളും. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കൂടിൻ്റെ വാതിലുണ്ടാക്കാനായിട്ട് നമ്മളൊരു മരത്തിൻ്റെ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇച്ചിരി വലുതാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് അളവിനൊന്ന് മുറിച്ച് എടുക്കാണ്ട് നമുക്ക് ഈ അളവിനങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇത് വെച്ച് തന്നെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വാതിലിൻ്റെ അളവിൽ തന്നെ നമ്മൾ കറക്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ട ഇവിടെ കയറുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് അതിനൊക്കെ മുമ്പായിട്ട് ഇവിടെ ആയിട്ട് ഒരു ചെറിയൊരു പലക അടിക്കണം. എന്നാലാണ് ഇങ്ങനെ ഇടുമ്പോൾ കുടുങ്ങിയിരിക്കുള്ളൂ, അല്ലെങ്കിൽ താഴ്ന്ന് ചാടിപ്പോവും. നമ്മുടെ വാതിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനുള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വാതിൽ കറക്റ്റ് ആയിക്കോളും. നമ്മളിങ്ങനെ പൊക്കിയാണ് വെക്കാൻ പോണ. അപ്പോൾ ഇതുപോലെ ലോക്കായിട്ട് ഇരുന്നോളും. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കൂടിൻ്റെ അടിയിൽ വെക്കാനായിട്ട് നമ്മൾ ചെറിയൊരു കഷ്ണം ഫ്ലെക്സിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് പതുക്കെ കയറ്റി നിവർത്തി കൊടുക്കണം. അതായത് മടക്കിയിട്ട് കൊണ്ടുപോയിട്ട് നിവർത്തി നേരാക്കി കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കൂടിൻ്റെ പണി ഫുള്ളും കഴിഞ്ഞിട്ടുണ്ട്. കണ്ട നമ്മുടെ കൂട് അത്യാവശ്യം അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കണ്ട അത്യാവശ്യം നല്ല ബലമൊക്കെ ഉണ്ട്. കെട്ടമ്പയൊക്കെ വെച്ച് കെട്ടിയാരണം അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടൊക്കെ ഇരിക്കേണ്ടത്. കണ്ട സെറ്റ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കൂട് മൊത്തത്തിൽ എല്ലാം ചെയ്ത് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്നലെ എടുത്താണ്. മഴയൊക്കെ പെയ്യാരണം നമുക്ക് ബാക്കി എടുക്കാൻ പറ്റിയില്ല. അതാരണം ഇന്നാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മുടെ കൂടെല്ലാം സെറ്റ് ചെയ്ത് വച്ചുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കൂട്ടിലോട്ട് ഇടാൻ വേണ്ടി 2 പ്രാവുകളെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവന്മാരാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഇനി നമുക്ക് നമ്മുടെ പ്രാവുകളെ ഇതിൻ്റെ അകത്തേക്ക് ഇടാം. ഇവിടെ വച്ചിട്ടൊന്ന് ഇതായിട്ട് പൊക്കിയിട്ട് പിടിക്കാം. നമ്മൾ ഒരുത്തനെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പതുക്കെ തുറന്നിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് അടുത്തവനെ പിടിക്കാം. കുറച്ച് പെടപ്പന. നമുക്ക് ഇവനെയും കൂടെ ഇതിലേക്ക് ഇട്ടേക്കാം. അതെ നമ്മൾ രണ്ടുപേരെയും ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഫ്രണ്ട്സ് നമ്മുടെ ഈ കൂടിൻ്റെ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ട്. നമ്മുടെ പെട്ടിയിലുള്ളതാണ്. പക്ഷേ ഇതും കൊണ്ട് നമുക്കൊരു ഗുണമുണ്ട്. നമ്മുടെ ഇതുപോലത്തെ വെള്ളമൊക്കെ വെക്കാൻ പറ്റുന്ന സംഭവം ഉണ്ട്. ഇതുപോലെ വെച്ച് ഇവിടെ ഒന്ന് എന്തെങ്കിലും വെച്ച് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ സെറ്റായിട്ട് ഇരുന്നോളും. നമ്മുടെ ഈ ഹോൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രാവും കൂടി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ പ്രാവിനെ കിട്ടിയിട്ടുണ്ട്. അവന്മാർ അത്യാവശ്യം അടിപൊളിയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. സംഭവം അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ളൊരു കൂടാണ്. എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഒരു കഷ്ടപ്പാടും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ്. നമ്മൾ അധികം ആണടിക്കാൻ അതിൻ്റെ പരിപാടിയൊക്കെ കുറവാണ്. നമ്മളെ ഫുൾ കെട്ടമ്പിയൊക്കെ ഉപയോഗിച്ച് കെട്ടിയൊക്കെ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കിടിലൻ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഈ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്നാൽ പിന്നെ ബൈ.